ക്രിസ്തുവിൽ അനുഗ്രഹീതരായവരെ, ആരാധന വർഷം 3-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയും 4-ാം അധ്യായം 14 മുതൽ 21 വരെയുമുള്ള വാക്യങ്ങളാണ് ദിവ്യബലി മധ്യേ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. തുടർന്നുള്ള ആഴ്ചകളിലെല്ലാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷ ഭാഗമാണ് ദിവ്യബലി മധ്യേ നമ്മൾ വായിച്ച് ധ്യാനിക്കുക. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ 47ാമത് പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത്. തൻ്റെ 2ാം ഊഴത്തിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായി അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് ആദ്യ പ്രസംഗത്തിൽ ഇപ്രകാരമാണ് പറയുക: അമേരിക്കയുടെ പുതുയുഗത്തിന് ആരംഭം കുറിച്ച് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു അത്. സുവിശേഷത്തിൽ കർത്താവിൻ്റെ ഒരു നയപ്രഖ്യാപന പ്രസംഗം നമ്മൾ കേൾക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലൂടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 1ഉം 2ഉം 58-ാം അധ്യായം 6-ാം വാക്യവുമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രൊക്ലമേറ്റീവ് എപ്പിസോഡ് എന്ന പേരിലും നസ്രത്തിലെ മാനിഫെസ്റ്റോ എന്ന പേരിലും ഈ വചനഭാഗം അറിയപ്പെടുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം, അല്ലെങ്കിൽ അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവിടുത്തെ മനുഷ്യാവതാരം കൊണ്ട് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ള ഈ പ്രഖ്യാപനം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ 2 കാര്യങ്ങൾ മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. ഒന്ന്, ഇവിടെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്ധർക്ക് കാഴ്ച ലഭിക്കുക എന്നുള്ള ഒരു പ്രസ്താവന. കർത്താവ് വന്നിരിക്കുന്നത് അന്ധർക്ക് കാഴ്ച ഉണ്ടാകാനാണ് എന്ന് വചനം വ്യക്തമാക്കുകയാണ്. രണ്ടാമത് നമ്മൾ കാണുന്ന മറ്റൊരു സുന്ദരമായിട്ടുള്ള വചനഭാഗമാണ്: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്ന് ഈശോ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കാഴ്ചയും കേൾവിയും പ്രധാനപ്പെട്ടതാണ്. വചനം നമ്മോട് സംസാരിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാര്യമാണ് കർത്താവിൻ്റെ വചനം കേൾക്കുക എന്നുള്ളത്. കാരണം എത്രത്തോളം വചനം തീക്ഷ്ണമായി കേൾക്കുന്നുവോ അത്രത്തോളം നമ്മുടെ വിശ്വാസം വളരുകയും നമ്മുടെ കാഴ്ച തെളിയുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം തീവ്രമായി ആഗ്രഹിച്ച് വചനം കേട്ട് വിശ്വാസത്തിൽ വളർച്ച പ്രാപിച്ച് നമ്മുടെ കാഴ്ച തെളിയുവാനാണ് ഇന്നത്തെ വചനം നമ്മെ ക്ഷണിക്കുക. അല്ലാത്ത പക്ഷം അടയാളങ്ങൾ തേടിപ്പോകുന്ന മനുഷ്യരായി നമ്മൾ മാറും. സുവിശേഷം തുടർന്ന് വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അടയാളങ്ങൾ, എന്തടയാളമാണ് നീ പ്രവർത്തിക്കുക എന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്. അടയാളങ്ങൾ തേടി പോകേണ്ടവരല്ല നാം എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. മറിച്ച് കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരായി ജീവിക്കുക. ആദ്യത്തെ വായനയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുതന്നെയാണ്. കർത്താവിൻ്റെ വചനം ശ്രദ്ധാപൂർവം ശ്രവിക്കുന്ന ജനത്തെ നമ്മൾ കാണുന്നു. ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യാശയിൽ ജീവിക്കുവാൻ നമുക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നത് കർത്താവിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ വചനം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പ്രത്യാശയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും പ്രത്യാശയിൽ ജീവിക്കുവാനും നമ്മെ ശക്തരാക്കുന്നത് കർത്താവിൻ്റെ വചനമാണ്. എവിടെ വചനം പ്രവർത്തിക്കുന്നുവോ അവിടെ വിശ്വാസം ആഴപ്പെടും, അവിടെ കാഴ്ച കൂടുതൽ തെളിയും. ആകയാൽ കർത്താവിൻ്റെ വചനം കേട്ട് പ്രത്യാശയുള്ളവരായി കാഴ്ചയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ ദിനം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.